ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്നിപ്പോൾ ഓണം കളക്ഷൻസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടൈപ്പ് വീഡിയോ അല്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഓണത്തിന് എല്ലാവരും റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണത്, പട്ടുപാവാടയുടെ കേസാണെങ്കിലും സ്റ്റിച്ച് ചെയ്യണത് എല്ലാവരും അങ്ങനെ ചെയ്യില്ല. ചിലവരൊക്കെ റെഡിമെയ്ഡ് പട്ടുപാവാടയായിരിക്കും യൂസ് ചെയ്യണത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഗിഫ്റ്റ് കിട്ടിയ പട്ടുപാവാടകളായിരിക്കും. അപ്പോൾ റെഡിമെയ്ഡിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെഷർമെൻറ്റിലോട്ട് ആക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൂടാതെ ഓൾറെഡി പ്ലീറ്റ് ഇട്ട് വന്നേണ സ്കേർട്ടാണെങ്കിൽ കൂടി അതിൻ്റെ വേസ്റ്റ് കൂടുതലായിരിക്കും, അതിൻ്റെ ടൈ ആയിരിക്കും വരണത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടുള്ളൊരു വേസ്റ്റ് ബാൻഡൊന്നും ആയിരിക്കില്ല ആ ഒരു സ്കേർട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ മേടിച്ചവർക്കും അതൊന്ന് ഓൾട്ടർ ചെയ്യണം, അതായത് സ്വയം ഷോപ്പിൽ കൊടുത്തിട്ട് ചെയ്യണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇത് എൻ്റെ ഒരു കസ്റ്റമർ റെഡിമെയ്ഡ് മേടിച്ചിട്ട് വന്നതാണ്, ഒരു പാവാടയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇത് പ്ലീറ്റഡൊക്കെ ഇട്ടിട്ട് വന്നതാണ്. പ്ലസ് നമ്മളുടെ ഈ വേസ്റ്റിൻ്റെ ഇവിടെ ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട്, ഒരു ടോപ്പ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട്. നൈഫ് പ്ലീറ്റ് തന്നെയാണ്, സാധാരണ നോർമൽ ഒരു പ്ലീറ്റ് ഇട്ടാണ്, പക്ഷെ വീതിയൊക്കെ കൂടുതലാണ് കേട്ടോ. കസ്റ്റമർക്കാണെങ്കിൽ വേസ്റ്റ് ബാൻഡൊക്കെ കൊടുത്ത് നല്ല ടൈറ്റിൽ പക്ക വേസ്റ്റ് നല്ല പെർഫെക്ഷനിൽ നിൽക്കണ ടൈപ്പാണ് ഇഷ്ടം. അപ്പം അങ്ങനെ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 42 ഇഞ്ച് വന്നിട്ടുണ്ട്. 42 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറുടെ വേസ്റ്റിൻ്റെ അളവ് 26 ആണ്. 26 ഇഞ്ചാണ് നമുക്ക് കസ്റ്റമർക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഇത് 42ലാണ് നമ്മളുടെ ഈ ഫുള്ള് ഇതിൻ്റെ വേസ്റ്റിൻ്റെ റൗണ്ട് വന്നതാണ്. അപ്പം അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇത് ഇങ്ങോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടേണ്ടി വരും. അപ്പം കെട്ടുമ്പോൾ തന്നെ ഇപ്പം നോർമലി നല്ല ലെങ്ത് ഉള്ള ടോപ്പുകൾ ആരും യൂസ് ചെയ്യണില്ല, ക്രോപ്പ് ടോപ്പായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ടോപ്പിന് ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്കിത് കവർ ചെയ്യാമായിരുന്നു. പക്ഷേ ടോപ്പ് ഓൾറെഡി ക്രോപ്പ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യണോണ്ട് നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ചുളുക്ക് നമ്മളുടെ ഈ വേസ്റ്റിന്റെ സ്കേർട്ടിന്റെ ഭാഗത്ത് വരുന്നത് നല്ല വൃത്തികേടായിരിക്കും. നമുക്കിതിപ്പോൾ ചെയ്തെടുക്കാൻ പറ്റാവുന്നത് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നോർമലി ഒരു സ്കേർട്ട് അടിക്കണ അത്രയും തന്നെ ടൈം നമുക്ക് ഇത് ഓൾട്ടർ ചെയ്യാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഷോപ്പിലൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എമൗണ്ട് വരും. ഓൾട്രേഷൻ ഇപ്പോൾ നോർമൽ സ്റ്റിച്ച് ചെയ്യണേക്കാളും എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു റെഡിമെയ്ഡ് സ്കേർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നല്ല പെർഫെക്ഷനിൽ വേസ്റ്റ് ബാൻഡൊക്കെ കൃത്യമായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു ടൈ ചെയ്യണ ആ ഒരു വള്ളി ഉണ്ടല്ലോ, അതൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പതിച്ചടിച്ചാണ്, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്കേർട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോർഷനിൽ നന്നായി പതിച്ചടിച്ചിട്ടുണ്ടെന്ന്. ആ പതിച്ചടിച്ചാണ് പോർഷൻ നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കുക. റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ഒരു ട്രിമ്മറോ അല്ലെങ്കിൽ സീം റിപ്പറോ യൂസ് ചെയ്യുക. കട്ട് ചെയ്ത് എടുക്കരുത് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മെറ്റീരിയലിൻ്റെ റോങ് സൈഡിൽ ഇട്ടിട്ട് വേണം കേട്ടോ അയൺ ചെയ്യാൻ. കാരണം ഇങ്ങനത്തെ കസവെല്ലാം ചുളുങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ റോങ് സൈഡിൽ ഇട്ടിട്ട് അയൺ ചെയ്തെടുക്കുക. അതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അവിടെ നമ്മൾ ആ അയണിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം നമ്മളുടെ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 3-3.5 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് ഇതുപോലെ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 26 ഇഞ്ചാണ് വേസ്റ്റ് എങ്കിൽ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചെങ്കിലും മിനിമം കൂട്ടിയിട്ടിട്ട് 29 ഇഞ്ചിൽ കട്ട് ചെയ്യുക. ശേഷം നമ്മൾ വേസ്റ്റ് ബാൻഡ് ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചാണ് നമ്മളുടെ വേസ്റ്റ് ബാൻഡ് ആദ്യമേ തന്നെ മുകളിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ആ വിട്ടേണ 1/2 ഇഞ്ച് ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് അയൺ ചെയ്യണം, ഫോൾഡിങ് വരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മളുടെ വേസ്റ്റ് ബാൻഡ് നല്ല പെർഫെക്ഷനിൽ നിൽക്കുള്ളൂ. ശേഷം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ നോർമലി ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൈഫ് പ്ലീറ്റ് ആണ് ഈ ഒരു സ്കേർട്ടിന് വന്നേണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് അത്യാവശ്യം മെറ്റീരിയൽ ഉണ്ട് കേട്ടോ, റെഡിമെയ്ഡ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് അത്യാവശ്യം മെറ്റീരിയൽ ആ ഒരു സ്കേർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ്, നിങ്ങളുടെ പ്രിഫറൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1.5 ഇഞ്ച് വിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാനിതിലൊരു 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ചിൽ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഉള്ളിലോട്ട് നന്നായി മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ 26 ഇഞ്ചാണ് ഇതിൻ്റെ വേസ്റ്റ് വരുന്നത്. അപ്പോൾ 26 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് സിബ് അടിക്കാനുള്ള ഒരു സീം അലവൻസ് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് വേണം നമ്മൾ ഇത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ. അപ്പം ഒരു 28-28.5 ഇഞ്ച് നമ്മൾക്ക് ആ വേസ്റ്റിൻ്റെ ആ ഒരു പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് വേസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് വരണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ബോൾ പിന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ആ പ്ലീറ്റ് ഇട്ട പോർഷൻ ഒന്ന് അയണിങ് ടേബിളിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമ്മൾ ഈ പ്ലീറ്റ് എല്ലാം ഇട്ടണത് അടി വരെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്ലീറ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ആ പെയിൻറ്റിങ് വന്നേണ ഭാഗത്ത് അധികം അയൺ ചെയ്യേണ്ട, കാരണം പെയിൻറ്റൊക്കെ ഒന്ന് അയണിങ് ബോക്സിൽ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഒരു മീഡിയം ഒരു ചൂടിലിട്ടിട്ട് നമ്മൾ പ്ലീറ്റ് ഒന്ന് അയൺ ചെയ്താൽ മതി. സ്റ്റാർട്ടിങ് നമ്മൾ റോങ് സൈഡിലാണ് അയൺ ചെയ്തെങ്കിൽ ഇത് റൈറ്റ് സൈഡിൽ തന്നെയാണ് അയൺ ചെയ്തെടുക്കേണ്ടത്, റോങ് സൈഡിലല്ല കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിൽ അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സിൽക്കിൻ്റെ ഒക്കെ ഒരു ചൂടിലിട്ടിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കൺസീൽഡ് സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. കൺസീൽഡ് സിബ് വെക്കുന്നത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ 2 പോർഷനും നമ്മൾ ഒരുമിച്ച് കൂട്ടിയടിക്കുകയാണ് ചെയ്യണത്. ഈ ഒരു സ്കേർട്ടിൽ ലൈനിങ് വരണില്ല, അപ്പോൾ ഒരു അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സ്കേർട്ടൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈനിങ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം നന്നായി പ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് വരണം, കാരണം നിഴലടിക്കാനുള്ളൊരു ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അണ്ടർ സ്കേർട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതിയാവും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് ആ സ്കേർട്ടിൻ്റെ ഒരു ലെങ്ത് അണ്ടർ സ്കേർട്ടിൻ്റെ ലെങ്ത്തിൽ ഇല്ല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം അവർക്കൊരു ലൈനിങ് ഇട്ട് കൊടുത്താൽ മതി. ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്ത സിബ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് വെക്കണത്. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു, അത് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു പ്ലേറ്റ് ഇട്ടതിൻ്റെ റോങ് സൈഡിലാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വിട്ടേണ ഒരു 1/2 ഇഞ്ച് കൂടെ വേണം നമ്മൾ ആ പ്ലേറ്റ് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു 1/2 ഇഞ്ച് കൂടെ നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. വിട്ടേണ എക്സ്ട്രാ സീം അലവൻസിൻ്റെ ആ വിട്ടിൽ തന്നെ വേണം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ടുണ്ടല്ലോ മുകളിൽ, ആ ക്യാൻവാസ് വെച്ചാൽ ആ പീസിൽ സ്റ്റിച്ചിങ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് നമ്മൾ തിരിച്ച് മറിച്ച് എടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യണത്. അപ്പോൾ കൃത്യത്തിൽ തന്നെ വെച്ചിട്ട് ക്യാൻവാസുമ്പോൾ സ്റ്റിച്ചിങ് വരാതെ നോക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഹുക്ക് വെക്കുകയാണ് ചെയ്യണത്. ഞാൻ പാൻറ്റിൻ്റെ ഹുക്കാണ് കേട്ടോ യൂസ് ചെയ്യണത്. തുന്നണേക്കാളും ബെറ്ററാണ് നമ്മളൊരു പാൻറ്റിൻ്റെ ഹുക്ക് വെക്കുന്നത്, കുറച്ചും കൂടി ഫിനിഷിങ് അങ്ങനെയാണ് വരിക. അപ്പോൾ ആ സ്റ്റാർട്ടിങ് നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടൊന്നുമില്ല, ഒരു സൈഡിൽ നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടില്ല, ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തത്. ആ പീസിൽ ക്യാൻവാസ് വെക്കാത്ത ഭാഗത്ത് വേണം നമ്മൾ ഹുക്ക് വെക്കാനായിട്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ക്യാൻവാസ് വെക്കാത്ത ഭാഗത്ത് ഹുക്ക് വെക്കുക. അതിൻ്റെ ബേസും കൂടിയും വെച്ചിട്ട് നമുക്ക് സിസേഴ്സിൻ്റെ ബാക്ക് യൂസ് ചെയ്തിട്ട് അതിനൊരു ഷാർപ്പ് എഡ്ജാണ് കേട്ടോ, ആ ഒരു എഡ്ജ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇപ്പുറത്തെ സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ എക്സ്ട്രാ കൂടുതൽ വിട്ടണത്. വണ്ണം വെച്ചാലും നമുക്കൊന്ന് ഓൾട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ്ട്രാ നമ്മൾ ഇത്രയും വിടണത്. അവിടെയാണ് നമ്മൾ ലൂപ്പ് വെക്കേണ്ടത്. അപ്പോൾ ഈ ലൂപ്പല്ല നമ്മളുടെ ഐ. അപ്പോൾ ഐ നമ്മൾ കൃത്യത്തിൽ നമ്മുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് 26 ഇഞ്ച് ആണെങ്കിൽ ആ 26 ഇഞ്ച് എവിടെയാണ് വരുന്നത്, മിക്കവാറും അത് സിബിൻ്റെ അടുത്ത് തന്നെയാണ് വരാറ്. കാരണം നമ്മൾ എക്സ്ട്രാ വിട്ടണ ആ ഒരു സീം അലവൻസിൻ്റെ അവിടെയാണല്ലോ നമ്മൾ സിബ് വെക്കണത്. അപ്പോൾ ആ 26 ഇഞ്ചിൽ 2 ഐ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, കാരണം ചിലർക്ക് നല്ല ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ആ 2 ഐ വെച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ എൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക. ആ ഒരു എക്സ്ട്രാ ലെങ്ത്ത് വിട്ടേണോടുത്ത് ഒന്ന് കൃത്യത്തിൽ തന്നെ അതിൻ്റെ ഒരു സീം അലവൻസ് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ പതിച്ചടിക്കുക. പതിച്ചടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്ലീറ്റ് കയറി പിടിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചടിക്കണം കേട്ടോ. ആ ബാൻഡിൻ്റെ ഒരു എൻഡ് വരുമ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന സീം എലമെൻറ്റ്സ് എല്ലാം ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തടിക്കുക. അപ്പോൾ നമ്മളുടെ സ്കേർട്ട് റെഡിയാണ്. ഇതാണ് ആ സ്കേർട്ടിൻ്റെ ആദ്യത്തെ ഒരു പിക്ചർ. അപ്പോൾ ഫിനിഷിങ് ചെയ്തിട്ട് ഇതാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആ റെഡിമെയ്ഡ് നമ്മളുടെ ഈ ഒരു സ്കേർട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്